കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി പുറത്ത് നിൽക്കുവാണല്ലോ. ഈ സമയം രാഘവൻ ബാമയോട് പറയണേ, ബാമേ, ശാലിനി ഇവിടെ പുറത്ത് നിൽക്കുന്നത് കണ്ടില്ലേ? ഇന്നൊരു നല്ല ദിവസമല്ലേ? അവൾ മാത്രം അങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ? അന്നേരം ബാമ പറയണേ, അതിന് ആരും അവളെ അകത്ത് കയറുന്നത് തടഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അവൾ എന്നെ വാശി പിടിച്ചവിടെ നിൽക്കുമല്ലേ? ഈ സമയം രാഘവൻ പറയണേ, ബാമേ, നീ ചെന്ന് അവളെ ഒന്ന് വിളിച്ചാൽ അവൾ എന്താണെങ്കിലും വരും. അന്നേരം ബാമ പറയണേ, അതിനൊന്നും എന്നെ കിട്ടില്ല. ഈ സമയം ശ്യാമ പറയണേ, ഞാൻ പോയി എൻ്റെ കുഞ്ഞേച്ചി വിളിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ പുറത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ശാലിനിയോട് അകത്തേക്ക് വരാൻ പറയണേ, വാ കുഞ്ഞേച്ചി, പ്ലീസ്, എൻ്റെ പൊന്നു കുഞ്ഞേച്ചിയല്ലേ. കുഞ്ഞേച്ചിയുടെ 2 കുഞ്ഞുങ്ങളെങ്കിലും ഓർക്ക്. കുഞ്ഞേച്ചി ആദ്യമായിട്ടല്ലേ 2 കുഞ്ഞുങ്ങൾക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്നത്. കുഞ്ഞേച്ചി പ്രസവിച്ച 2 മക്കളെ ഒന്നിച്ച് പിറന്നാൾ ആശംസിക്കണമെന്നും അവരുടെ കൂടെ ഒരുമിച്ച് നിന്ന് കേക്ക് മുറിക്കണമെന്നും കുഞ്ഞേച്ചിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ട് വാശി മറന്ന് കുഞ്ഞേച്ചി വാ. അങ്ങനെ ശ്യാമ നിർബന്ധിക്കുമ്പോൾ ശാലിനി ശ്യാമയുടെ കൂടെ അകത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ശാലിനിയെ കാണുന്നതും വിഷ്ണുവിനും രാഘവനും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുകളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മധുശ്രീനെയും കാർത്തികയുമാണ്. അങ്ങനെ ജയശങ്കറിൻ്റെ കാര്യം പറഞ്ഞ് വരട്ടിയിട്ട് കാർത്തിക കുലുങ്ങാത്ത കാരണം മധുശ്രീ കാർത്തികയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഭാമയെ അറിയിക്കുമെന്ന് പറഞ്ഞ് വരട്ടുവാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ കാർത്തിക, അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് മധുശ്രീയോട് അപേക്ഷിക്കുവാണ്. ഈ സമയം മധുശ്രീ പറയണേ, അങ്ങനെ വഴിക്കുവാ, അങ്ങനെയാണെങ്കിൽ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇന്ന് എനിക്കൊരു മരണം കാണണം. ആ ശാലിനി ഇവിടെ വന്നല്ലോ, അതെന്താണെങ്കിലും നന്നായി. അവളെ തന്നെയാ നീ കൊല്ലേണ്ടത്. ഈ മരുന്നുപയോഗിച്ച് ശാലിനിയുടെ ജീവൻ എടുക്കണം. അവൾ ചത്ത് മലന്ന് കിടക്കുന്നത് എനിക്ക് കാണണം. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന ഈ സമയത്തായിരിക്കും കേട്ടോ വീടിൻ്റെ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ പോലീസ് ജീപ്പിൽ നിന്ന് പോലീസുകാരും അവരുടെ കൂടെ ജയശങ്കറും പുറത്തിറങ്ങുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന കാർത്തികയും മധുശ്രീയും കാണുക. അങ്ങനെ അവർ രണ്ടാളും ജയശങ്കറിനെ കണ്ടങ്ങ് ഷോക്കാകുക. ഈശ്വര, ജയശങ്കർ, എല്ലാം തീർന്നു എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്ടോ കാർത്തിക. ഈ സമയം മധുശ്രീ പറയണേ, നീ വിഷമിക്കാതിരിക്കുക. തൽക്കാലം നീ ഇപ്പോൾ പിടിക്കപ്പെടാതിരിക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമല്ലേ, നമുക്ക് നോക്കാം. അങ്ങനെ മധുശ്രീ അവരെ തടയാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പോലീസുകാരും ജയശങ്കറും കൂടി അകത്തേക്ക് കയറി വരുവാണ്. അന്നേരം പോലീസുകാരൻ പറയണേ, സത്യാമേ, ഞങ്ങളൊരു അന്വേഷണത്തിന് ഭാഗമായിട്ട് വന്നതാ. ഇയാളെ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടി കാണാനില്ല. ആ കുട്ടിയുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഓട്ടോക്കാരൻ ആ കുട്ടിയെ ഈ വീടിൻ്റെ പരിസരത്ത് ഇറക്കിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. ആ കുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഒന്ന് പറയണം. അങ്ങനെ ജയശങ്കർ ആ ഫോട്ടോ എടുത്ത് വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു സീനാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്